قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. صدق الله العظيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തത്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് ലഭിക്കാനും അവൻ്റെ കാരുണ്യം കൂടുതൽ കൂടുതൽ കരസ്ഥമാക്കാനൊക്കെയാണ് അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നാം പകലുകളിൽ നോമ്പെടുക്കുകയും രാത്രി സമയങ്ങളിൽ സാധ്യമായത്ര നിന്ന് നമസ്കരിക്കുകയും രാവും പകലും ദാനധർമ്മങ്ങളിൽ മുഴുകുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ കണ്ണിനും കാതിനും ചിന്തകൾക്കുമൊക്കെ നോമ്പുണ്ട്. നമ്മുടെ വയറിന് മാത്രമല്ല നോമ്പുള്ളത്. അതുകൊണ്ട് നമ്മുടെ സംസാരം, നമ്മുടെ കാഴ്ച, നമ്മുടെ ആലോചനകൾ എല്ലാം തന്നെ അള്ളാഹുവിന് പൊരുത്തമുള്ള രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് സന്തോഷപൂർവ്വം അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. അത് നാളെയാകട്ടെ പിന്നീടാകട്ടെ എന്ന രീതിയിലേക്ക് മാറ്റിവെക്കരുത് എന്നാണ്. നിങ്ങൾ ഓടിക്കൊള്ളുക എന്നാണ്. പെട്ടെന്ന് തന്നെ വരിക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. പലതരം പാപങ്ങളിലുമാണ് ജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾ ഉള്ളതെങ്കിൽ, ഇടപാടുകൾ ഉള്ളതെങ്കിൽ, ഇടപഴകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാഥൻ അതിനൊരു മോചന മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങോട്ട് നിങ്ങൾ ഓടിച്ചെല്ലണം എന്നാണ്. വളരെ പെട്ടെന്ന്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നത് ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്തേക്ക് ഓടണം എന്നാണ്. വേറൊരിടത്ത് പറയുന്നത് സാബിഖൂ, നിങ്ങളെല്ലാവരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട്, മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ്. അഥവാ പിന്നീട് എന്ന് പറയുന്നത്, നാളെ എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ളതല്ല. അതുകൊണ്ട് പെട്ടെന്ന് എപ്പോഴാണോ നമുക്ക് ബോധ്യം വരുന്നത് അപ്പോൾ തന്നെ ഓടിച്ചെല്ലണം എന്നാണ്. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. അവനവന്റെ ആവശ്യ പൂർത്തീകരണം അത് നിർവഹിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ അവകാശ ലംഘനമാകാൻ പാടില്ല. അവനവന്റെ ആവശ്യ പൂർത്തീകരണം കൊണ്ട് മറ്റുള്ളവരുടെ അവകാശ ലംഘനമാകുന്നുവെങ്കിൽ അതിനെയാണ് ഇസ്മ് അല്ലെങ്കിൽ പാപം എന്ന് പറയുന്നത്. എൻ്റെ വിശപ്പ് മാറണം, എനിക്ക് ഭക്ഷണം വേണം. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു കുപ്പായത്തിൽ നിന്ന്, ഒരു പേഴ്സിൽ നിന്ന് അന്യൻ്റെതായ ഒരു പണം ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം വാങ്ങാനും വിശപ്പ് മാറ്റാനും എൻ്റെ കുടുംബത്തിലേക്ക് സാധനം വാങ്ങാനും ഒക്കെ ആ കാശ് തന്നെ മതി. പക്ഷേ അത് പാപമാണ്. എന്തുകൊണ്ടാണ് അത് പാപമാകുന്നത്? എൻ്റെ ആവശ്യ പൂർത്തീകരണം കൊണ്ട് മറ്റുള്ളവന്റെ അവകാശമാണ് ലംഘിക്കപ്പെടുന്നത്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അവകാശത്തെക്കുറിച്ചും
അവരുടെ സൗകര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ സ്വന്തത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ലോകത്താണ്. അവനവനിസം എന്നതാണ് ഏറ്റവും വലിയ ഇസമായിട്ട് നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ എല്ലാവരും സ്വന്തത്തിലേക്ക് ചുരുങ്ങുകയും അവനവന്റെ താല്പര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവനവന്റെ സുഖത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കിടയിൽ പാപികൾ ഉണ്ടാകുന്നത്. പക്ഷെ പാപം പലപ്പോഴും അക്രമമായി മാറുമ്പോഴാണ് നാം അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നത്. പക്ഷെ അക്രമത്തിലേക്ക് അവനെ നയിച്ചത് അവന്റെ മനസ്സിനകത്തുള്ള പാപമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കാതെ, മറ്റുള്ളവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധ്യമാകുന്ന ഒരു വഴിയുണ്ട്. ആ വഴിക്കാണ് ഹിദായത്ത് എന്ന് പറയുക. അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഈ ലോകത്ത് നമുക്ക് സ്വസ്ഥത വേണം, സമാധാനം വേണം. നമ്മുടെ റമദാനിലും അല്ലാത്തപ്പോഴും ഉള്ള പ്രാർത്ഥന, ഹജ്ജിന്റെ വേളയിലേക്ക് പ്രത്യേകം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരുപാട് തവണ നമ്മൾ ആവർത്തിക്കുന്ന പ്രാർത്ഥന, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്നതാണ്. ഇത് അല്ലാഹു പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥനയാണ്. എന്താണ് പറയുന്നത്? ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരയണമേ, നീ ഞങ്ങൾക്ക് പരലോകത്ത് നല്ലത് തരയണമേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. പരലോകത്തെ രക്ഷയും സമാധാനവും സ്വർഗവും തൃപ്തിയും ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ദുനിയാവിലെ ഹസനത്ത് ചോദിച്ചോളൂ എന്ന്. ദുനിയാവിലെ നല്ലത്, ദുനിയാവിൽ ഒരുപാട് കിട്ടുക എന്നതും ദുനിയാവിൽ നല്ലത് കിട്ടുക എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ലത് തന്നെ ഒരുപാട് കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ, അതിനുവേണ്ടി പ്രയത്നിച്ചോളൂ, അതിനുവേണ്ടി പ്രവർത്തിച്ചോളൂ എന്ന് അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം നടന്നു കിട്ടേണ്ടത് ദുനിയാവിലെ നന്മയാണ്. ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പള്ളിക്കകത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ ശീതീകരിച്ച പള്ളികളാണ്, കെട്ടിടങ്ങളാണ് മിക്കവാറും ഉള്ളത്. സുഖകരമായൊരവസ്ഥയാണ്. നല്ല വെളിച്ചവും നല്ല തണുപ്പും നല്ല ഖിറാഅത്തും. നമ്മുടെ നാട്ടുകാർ അതിന് പറ്റിയവരില്ലെങ്കിൽ പുറം ദേശത്തു നിന്ന് നമ്മൾ കൊണ്ടുവരും. നല്ല തറാവീഹ് നമസ്കാരം, നല്ല ഇമാമത്ത്, നല്ല സുഖകരമായ അന്തരീക്ഷം. പക്ഷെ പള്ളിക്കകത്ത് മാത്രമാണോ ദുനിയാവും? അല്ലല്ലോ. പള്ളിക്കകത്ത് മാത്രമല്ല, അതിന് പുറത്തുള്ളതാണ് ശരിയായ ദുനിയാവ്. ആ ദുനിയാവിൽ നടക്കുന്നത് എന്താണ്? അങ്ങേയറ്റത്തെ അരക്ഷിതമായ സാഹചര്യമാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും വിശദീകരിക്കാതെ നമുക്കറിയാം. കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ വലിയ വലിയ കൊടുംകുറ്റവാളികൾ നടത്തുന്ന ഒരു ക്രിയയാണ് ഇതെങ്കിൽ ഇപ്പോൾ വളരെ ചെറിയ മക്കൾ തന്നെ, സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെ പരസ്പരം കൊലവിളി നടത്തുന്നു, കൊന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തെ മൊത്തം ആളുകളെ കൊല്ലുന്നു. ഇത് നമ്മൾ കാണുകയാണ്. രക്തം ചിന്തുന്നതിന്, ജീവൻ എടുക്കുന്നതിന് യാതൊരു ലജ്ജയും ഇല്ലാതായി പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കയ്യേറ്റങ്ങളും കൊള്ളകളും നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ഹസനത്തുള്ളത്? എവിടെയാണ് നന്മയുള്ളത്? നമ്മുടെ വിശ്വാസികളായ വിശ്വാസികളെല്ലാം സകല പള്ളികളിൽ നിന്നും രാവും പകലും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ഹസനത്തുള്ളത്? എല്ലാം സയ്യിഅത്തുകൾ മാത്രമാണ്, തിന്മകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ പരിഹാരം? അതാണ് അല്ലാഹു പറയുന്നത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ഓടി വരിക എന്ന് പറഞ്ഞാൽ, അവനവന് ജീവിക്കാൻ സുഖമുണ്ടായിരിക്കെ തന്നെ അവരന്റെ അവകാശങ്ങളെ ലംഘിക്കാത്ത വിധം എങ്ങനെ സുഖം അനുഭവിക്കാം, സൗകര്യങ്ങൾ നേടിയെടുക്കാം എന്ന് പടച്ചറപ്പ് നമുക്ക് കൃത്യമായി വഴികാട്ടി തരുന്നുണ്ട്. ആ നൽകുന്ന ഹിദായത്ത് നാം മനസ്സിലാക്കുകയും അതിൽ നാം തന്നെ പ്രവേശിക്കുകയും അതിനെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിക്കാൻ മാത്രം നാം ഉൾക്കൊള്ളുകയും ചെയ്തു കഴിഞ്ഞാൽ
ദുനിയാവിലെ ഹസനത്ത് നേടിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരൊക്കെ പരിഹാരം തേടി പായുകയാണ്. പലരും പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടങ്ങളിൽ റബ്ബ് കാണിച്ചു തന്ന ഈ വിജയത്തിന്റെ, വിമോചനത്തിന്റെ, പാപമോചനത്തിന്റെ വഴി മനസ്സിലാക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള വെളിച്ചം ഹിദായത്ത് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും.